നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3. എന്ത് മക്കളെ? എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവന്മാർ ഈ പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഭാർഗവേട്ടാ, ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? ഭാർഗവേട്ടാ, പതുക്കെ പറ. ഭാർഗവേട്ടാ, ഉറക്കെ പറ. ഭാർഗവേട്ടാ. ഭാർഗവേട്ടൻ എന്താ ഇവിടെ? എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടാ, ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ അതല്ല, പിന്നെ തലയ്ക്ക് മൂത്തത്. അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. അയ്യോ അതല്ല. പിന്നെ എന്താ ശാന്തേ? മക്കളിൽ മൂത്തത്. അതാണോ? അത് ഞാനാ. ശാന്തേ, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല, പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്ന ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്ന ജേലൊത്ത വെണ്ണല്ലേടി നീ. എടി വമ്പത്തി കൊമ്പുള്ള വെണ്ണല്ലേടി നീ. പള്ളിക്കവലിൽ വെച്ച് തുള്ളിക്കളിച്ചു വന്ന് കള്ള കണ്ണെറിഞ്ഞില്ലേ നീ. എടി ശാന്തമ്മേ, ഞാൻ നിന്നെ പ്രേമിച്ചില്ലേടി. പ്രേമിച്ച പെണ്ണെ നീ എൻ വീട്ടിൽ വന്ന് കേറാൻ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തടി. എടി ശാന്തമ്മേ, ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാടി. അയ്യോ ഭാർഗവേട്ടാ, പുറത്താരോ വന്നു. ശാന്ത, ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അയ്യോ, ഇതാര്? സുഷമ്യോ? അയ്യോ, ദേ പ്രഭാകരേട്ടൻ. സുഷമ്യ, നീ എന്താ ഇവിടെ? ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു അറ്റടിയാൽ തരും. ഇതെന്റെ വീടല്ലടോ. നീ ഇവിടെ വേലക്ക് വന്നതാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരേട്ടന്റെ ഒരു സ്നേഹം. പിന്നെ വേലക്കാരിയായിട്ടാണ് നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്കും അത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത്? വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെത്തി നടന്നൊരു ചെത്ത് പെണ്ണെ, നീ ഇനി കോമഡി പറയല്ലേ. കൊച്ചിയിലുള്ളൊരു കൊച്ചു പെണ്ണെ, അന്ന് നീ എന്നെ വളച്ചില്ലേ. അന്ന് തൊട്ട് എന്റെ ലവറായി നിന്നെ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ. നീ വന്നതോ ഇന്നൻ മനസ്സിന് ഉല്ലാസം, ആനന്ദം, ആഘോഷം. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ, പ്രഭാകരേട്ടൻ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാ, അകത്തിരിക്ക. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും, ഞാനകത്തുണ്ടാവേ, ഞാനകത്തേക്ക് പോവാണേ എന്റെ സൂസു. രക്ഷപ്പെട്ടു. ഈശ്വരാ, ഇതാര്? എന്റെ സോമേട്ടനോ? നീ? ഞാൻ സുഷമ. അല്ലല്ല, കനകം